വിശദാംശങ്ങളിലേക്ക് പോകാം. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് പോലീസ്. ബോംബ് നിർമ്മാണ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ക്രമസമാധാന ചുമതലയുള്ള DGP MR അജിത് കുമാർ നിർദ്ദേശം നൽകി. സ്ഫോടന കേസുകളിലെ അന്വേഷണത്തിൽ പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടെന്ന് MR അജിത് കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, സംസ്ഥാന വ്യാപകമായ റെയ്ഡിനാണ് തീരുമാനം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും? ഫിജി രണ്ട് സ്ഫോടനങ്ങളാണ് സമീപകാലത്ത് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ നടന്ന ഒരു സ്ഫോടനം. ഈ സ്ഫോടനത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ പാനൂരിൽ നടന്ന സ്ഫോടനം, ഇതിലും യുവാക്കൾക്ക് പരിക്കേൽക്കുകയും കൈപ്പത്തി അറ്റുപോവുകയും ചെയ്തു. ഈ സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധന നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഈ ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ട ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നബാധിത ഏരിയകളിൽ, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ADGP MR അജിത് കുമാറിന്റെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ചില സ്ഫോടന കേസുകളിലെ അന്വേഷണത്തിൽ കേരള പോലീസിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കേരള പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ തന്നെ കേരള പോലീസിനെ കുറിച്ച് ADGP MR അജിത് കുമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പൊതുജന സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന വിമർശനം കൂടിയുണ്ട്. ഈ പ്രോട്ടോകോളിൽ നിന്നുള്ള വ്യതിയാനം എന്ന് പറയുന്നത് തെളിവ് ശേഖരണത്തിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഇതിലുള്ള വിമർശനം. വേണമെങ്കിൽ NSG സേവനമടക്കം ആവശ്യപ്പെടാമായിരുന്നു. ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകാൻ പോലീസിന് കഴിയേണ്ടതുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ ചില പോരായ്മകൾ കേരള പോലീസിന് വന്നു. അവ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഏതായാലും ഒരു സ്വയം വിമർശനം കൂടി ഇത്തരം കേസുകളിൽ പോലീസിന് പറ്റുന്ന വീഴ്ചകളെ സംബന്ധിച്ചുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ കർശനമായ പരിശോധന വരുന്ന ആളുകളിൽ സംസ്ഥാന വ്യാപകമായി നടത്താനാണ് ADGPയുടെ നിർദ്ദേശം. ഫിജി. ശരി കമലേഷ്, തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. കർശന പരിശോധന, സംസ്ഥാന വ്യാപക പരിശോധനയ്ക്കാണ് പോലീസിന്റെ നിർദ്ദേശം.